കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ CPIM-ന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും എന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ കണ്ണൂരിലെ CPIM നേതാക്കൾ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ്. EP ജയരാജനും MV ജയരാജനുമൊക്കെ പല തട്ടുകളിലായി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സംഘടനത്തിലേക്ക്, അതായത് ഉൾപാർട്ടി സംഘടനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും വലിയ ഒരു കല്ലുകടിയായി മാറും എന്നുള്ളതിന് സംശയമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഒറ്റക്കെട്ടായി മുന്നേറാൻ സാധിക്കുകയില്ല. KK ശൈലജയെ ഉയർത്തിക്കാട്ടി ചിലർ വലിയ രീതിയിൽ ഒരു ബദൽ നയവുമായി രംഗത്തെത്തുകയാണ്. CPIM-ന്റെ ഔദ്യോഗിക പാനലിനെതിരെയുള്ള ഒരു ശക്തമായ മത്സരം KK ശൈലജയെ മുൻനിർത്തി ആവിഷ്കരിക്കാൻ വേണ്ടി കുറേയധികം നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അതായത് കണ്ണൂരിലും കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത CPIM-ൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കൊല്ലം ജില്ലയിലും വിഭാഗീയത കനത്ത രീതിയിൽ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒന്നും പറയാറായിട്ടില്ല. കാരണം G സുധാകരനെ ഒതുക്കിക്കൊണ്ട് M നാസർ അവിടെ SDPIയെ വളരാൻ സഹായിക്കുന്നു എന്ന തോന്നൽ പ്രതിഭാഹരി അടക്കമുള്ളവർ കൃത്യമായി പങ്കുവച്ചിരിക്കുകയാണ്. ഇതോടുകൂടി CPIM-ൽ വലിയ തോതിലുള്ള സംഘടന രംഗത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പിണറായി വിജയനെ എങ്ങനെയും മരുമകൻ മുഹമ്മദ് റിയാസിനെ അടുത്ത നേതാവാക്കി ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് ഫാമിലി പൊളിറ്റിക്സ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ CPIM-ൽ നട്ടലുള്ള ഒരുത്തനും ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. CPIM എന്താ പിണറായിയുടെ കൈപ്പിടിയിലുള്ള കളിപ്പാവയാണോ എന്ന ചോദ്യവും രാഷ്ട്രീയപരമായി ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉടനീളം ചോദിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, പല ജില്ലകളിലും ജില്ലാ കമ്മിറ്റി തീരുമാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഔദ്യോഗിക ഗ്രൂപ്പിനെതിരെ വിഭാഗീയത കനത്ത രീതിയിൽ ശക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം, പണ്ട് മുതൽ തന്നെ അവിടെ സുധാകര പക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. VS പക്ഷത്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പലതവണയും G സുധാകരൻ മുന്നേറിയിരുന്നു. എന്നാൽ ഇവരാരും കാണാത്ത രീതിയിലുള്ള ബദൽ നയവുമായി M നാസറും AM ആരിഫും പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ കളികൾ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ അതിസങ്കീർണമായത്. M നാസറും H സലാമും അതുപോലെ AM ആരിഫും കൂടെ ചേർന്ന് SDPIയെ CPIM-ന്റെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു നാളിതുവരെ എന്നാണ് ആലപ്പുഴ ജില്ലയിൽ G സുധാകരനും പ്രതിഭാഹരിയും തുറന്നടിച്ചത്. ഇത് CPIM-ൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും CPIM-ന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി CPIM-നെ കാലാകാലങ്ങളിലായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ് എന്ന് G സുധാകരൻ തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. തോമസ് ഐസക്കിനെ നാട് കടത്തുന്ന രീതിയിലാണ് ആലപ്പുഴയിൽ മത്സരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിനെ പത്തനംതിട്ടയിലേക്ക് വിട്ടത്. വാസ്തവത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. പത്തനംതിട്ടയിലും ക്ലച്ച് പിടിച്ചില്ല. ആലപ്പുഴയിൽ അവിടെ AM ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് ഗതികെട്ട് പോകുന്ന സാഹചര്യം പല മണ്ഡലങ്ങളിലും ഉണ്ടായി. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ്.